ഹലോ നമസ്കാരം. പത്തനംമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അതെ, എന്താണെന്ന് വെച്ചാൽ അങ്ങനെ നമ്മുടെ നവ്യയും നയനയും ആദർശവും എല്ലാം ഒന്നായിരിക്കുകയാണ്. നവ്യയ്ക്ക് എല്ലാ സത്യങ്ങളും അറിയാമെന്നുള്ള വിവരം ഒട്ടുമിക്കവരും അനന്തപുരിയിൽ അറിയാണ്. മുത്തച്ഛനും മുത്തശ്ശിയും ദേവയാനിയും കൂടി ആ വിവരം അറിയാണ് കേട്ടോ. അങ്ങനെ എല്ലാം അറിഞ്ഞുകൊണ്ട് നവ്യ ഒരു നാടകം കളിക്കുകയാണെന്ന് അവർക്ക് എല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ട് തന്നെ അബിയെ കൊടുക്കാൻ വേണ്ടിയിട്ട്, സകല തെളിവുകളോടും കൊടുക്കാൻ വേണ്ടിയിട്ട്, അബിക്ക് നല്ല പണി കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ ഒത്തുചേർന്ന് നിൽക്കുകയാണ് നവ്യയോടൊപ്പം. എന്നാൽ അബി ഇതൊന്നും അറിയുന്നുമില്ല കേട്ടോ. നവ്യ അറിഞ്ഞെന്ന് അബി മാത്രമല്ല, ജലജയും അവന്തികയും ഒന്നും അറിയുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അനിയുടെയും നന്ദുവിൻ്റെയും വിവാഹം എങ്ങനെയും നടത്തി കൊടുക്കണമെന്ന് വിചാരിക്കുകയാണ് നമ്മുടെ നവ്യയും നയനയും കൂടി. അവരത് തീരുമാനിക്കുമ്പോൾ അവന്തികയും ജലജയും ജാനകിയും ഒക്കെ ഒറ്റ കാലിൽ നിൽക്കാണ് അനിയുടെയും അവന്തികയുടെയും വിവാഹം നടത്തണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇരിക്കുമ്പോഴേക്കുമാണ് അവന്തികയെ കയ്യോടെ പൂട്ടാണ് നവ്യയും നയനയും കൂടി. അവന്തികയ്ക്ക് നാഗേന്ദ്രനുമായിട്ടുള്ള ബന്ധം എല്ലാവരോടും വിളിച്ചു പറയുമെന്ന് പറഞ്ഞ് അവന്തികയെ ഭീഷണിപ്പെടുത്തി അടക്കി നിർത്തി അനിയുമായുള്ള വിവാഹത്തിൽ നിന്ന് പിന്മാറ്റിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ആ ഒരു വിശേഷങ്ങളിലേക്ക് നമ്മൾ പോവാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ. അതുപോലെ തന്നെ നമുക്ക് 1,00,000 സബ്സ്ക്രൈബറോട് അടുക്കാറായിട്ടുണ്ട്. അതുകൊണ്ട് നല്ല മനസ്സുള്ള എല്ലാവരും, ഈ വീഡിയോ കാണുന്ന നല്ല മനസ്സുള്ള എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഓണക്കാലമൊക്കെ വരികയാണ്. ഓണക്കാലത്തോടനുബന്ധിച്ച് അനന്തപുരിയിൽ ഭയങ്കര പരിപാടികളൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. മൂർത്തീസ് ജ്വല്ലറിയിൽ വളരെയധികം ഓഫറുകൾ കൊടുക്കാനൊക്കെ അവർ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നയനയും ആദർശും കൂടി സംസാരിക്കുകയാണ്. നയനയോട് നവ്യ പറഞ്ഞ കാര്യത്തെക്കുറിച്ചിട്ടൊക്കെ പറയുക കേട്ടോ. AN ജ്വല്ലറിക്കാരുടെ പദ്ധതികൾ മുഴുവൻ നവ്യ ചോർത്തി കൊടുക്കാമെന്നുള്ള രീതിയിൽ ഏറ്റെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നയന ആദർശിനോട് പറയുന്നുണ്ട്, ആദർശേട്ടാ, നവീച്ചി പറഞ്ഞത് AN ജ്വല്ലറിക്കാർ ഒരുപാട് പ്രൊമോഷൻ കൊടുക്കുന്നുണ്ട് ഈ ഓണത്തിന് വേണ്ടിയിട്ട്. അവർക്ക് സെയിൽ വളരെയധികം കൂടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇടിവുണ്ടാവും, എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടേ ആദർശേട്ടാന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. നമ്മൾ ഓണത്തോടനുബന്ധിച്ചാണ് നമ്മൾ ആ വേൾഡ് കപ്പിൻ്റെ പ്രവചന മത്സരത്തിൻ്റെ സമ്മാനം വിതരണം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് വലിയൊരു പരിപാടിയായിട്ട് തന്നെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ കുറച്ച് ഓഫറുകളും ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ പരസ്യവും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു പ്രൊമോഷനും നമുക്ക് കിട്ടും. പണിക്കൂലിയൊന്നും കുറച്ച് കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല നയനിന്ന് പറയുക. അതെന്താന്ന് വെച്ചാൽ നമ്മൾ കള്ളസ്വർണ്ണമൊന്നും നമുക്ക് കിട്ടുന്നില്ല. നമ്മൾ അങ്ങനെ ഒരു സെയിൽ നടത്തുന്നില്ല. അതുകൊണ്ട് തന്നെ പാവപ്പെട്ട പണിക്കാർക്ക് കൂലി കൊടുക്കണ്ടേ. അതുകൊണ്ട് പണിക്കൂലി ഇല്ലാതെ കൊടുക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല. അവർക്കത് സാധിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മറ്റെന്തെങ്കിലും രീതിയിൽ കള്ളസ്വർണ്ണം വരുന്നുണ്ടായിരിക്കും. അതിൽ നിന്നായിരിക്കും ഈ പണിക്കൂലിയെല്ലാം ഒഴിവാക്കി കൊടുക്കുന്നത് എന്ന് പറയണം. അപ്പം നയന പറയുന്നുണ്ട്, അല്ല നവ്യേച്ചി അവിടുത്തെ വിവരങ്ങളെല്ലാം തരും, കുറേ അധികം പരസ്യങ്ങൾ എടുക്കുന്നുണ്ടെന്നാണ് നവ്യേച്ചി പറയുന്നത്. അതുപോലെ തന്നെ ഒരു സിനിമയും ചെയ്യുന്നുണ്ടെന്ന് അബി നവ്യേച്ചിയോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയാണ്, അതൊക്കെ അവൻ്റെ ട്രിക്കാണ് നവ്യയെ വളച്ചെടുക്കാനായിട്ട്. ഇപ്പം തന്നെ അവളല്ലേ അവൻ്റെ തുറുപ്പിച്ചിട്ട്, അവളുള്ളത് കൊണ്ടാണല്ലോ അവനിപ്പം അനന്തപുരിയിൽ തന്നെ പിടിച്ചു നിൽക്കുന്നത്. ഇനിയിപ്പോൾ അവളെ മാക്സിമം മുതലെടുക്കുക എന്നുള്ളതാണ് അവൻ്റെ ലക്ഷ്യം. ഇനിയിപ്പോൾ ഈ സിനിമയുടെ കാര്യവും പരസ്യത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് നവ്യയെ പ്രകോപിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കൊക്കെ എതിരാക്കാൻ പറ്റുമെന്ന് അവന് നന്നായിട്ടറിയാം. അതുകൊണ്ടൊക്കെ ചെയ്യുന്ന, അല്ലാതെ സിനിമയൊന്നും എടുക്കാൻ പോകുന്നുണ്ടെന്ന് തോന്നുന്നില്ല എന്ന് പറയാം. അപ്പോഴേക്കും നയനയും പറയാം, അത് ശരിയാ, സിനിമയൊന്നും എടുക്കാൻ പോകുന്നൊന്നും ഉണ്ടായിരിക്കില്ല. നാഗേന്ദ്രൻ്റെ കയ്യിൽ അത്രയധികം പണമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ നവ്യേച്ചിയെ അവരുടെ പക്ഷത്തേക്കാക്കാൻ വേണ്ടിയിട്ട് അബി പറഞ്ഞ കള്ളത്തരാകാനാണ് സാധ്യത. അത് തന്നെയാണ് നവ്യേച്ചിയും എന്നോട് പറഞ്ഞതെന്ന് നയന പറയാം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, നമുക്ക് നമ്മുടേതായ സെയിൽ എന്തായാലും നടക്കും. നയനാസ് കളക്ഷൻസിനൊക്കെ നല്ല ഡിമാൻഡായിരിക്കും ഓണക്കാലത്ത്. പിന്നെ നമ്മൾ നല്ല രീതിയിൽ പ്രൊമോഷനൊക്കെ കൊടുക്കുന്നുണ്ട്, അത് നല്ല രീതിയിലാകുകയും ചെയ്യും. പിന്നെ അന്ന് ഓണത്തിൻ്റെ ഫംഗ്ഷൻ അത് അടിപൊളിയാക്കാനായിട്ട് നമുക്ക് നോക്കണം എന്നും പറയണം. അതേസമയം നയനയും പറയുന്നുണ്ട്, ശരിയാണ്, അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, പക്ഷേ നമ്മുടെ ആ സ്ഥാനം ഇല്ലാതാവില്ല. കുറേയധികം നല്ല കളക്ഷൻസ് നയനാസ് കളക്ഷൻസിലേക്ക് കൊണ്ടുവരണം എന്നൊക്കെ നയനയും പറയാം. അതേസമയം അബി ആണെങ്കിൽ അവിടെ നാഗേന്ദ്രനുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണേ. ആ സമയത്ത് നമ്മുടെ അവന്തികയും അവിടെ എത്തുന്നുണ്ട്. അവന്തികയും നാഗേന്ദ്രനും അബിയും കൂടിയാണ് ചർച്ചകൾ നടത്തുന്നത്. അങ്ങനെ അബി നാഗേന്ദ്രനോട് പറയുന്നുണ്ട്, അച്ഛൻ ഇങ്ങനെ അനങ്ങാപ്പാറയായിട്ട് നിന്നിട്ട് കാര്യമില്ല. ഈ ഓണക്കാലത്ത് നല്ല അധികം സെയിൽ നടക്കാനുള്ള സാധ്യതയുണ്ട്. സ്വർണത്തിന് നല്ല വിലയൊക്കെ ആണെങ്കിൽ തന്നെ നല്ല സെയിൽ നടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മൂർത്തീസ് ജ്വല്ലറി ഈ പ്രാവശ്യമെങ്കിലും പൊട്ടിക്കാൻ നമുക്ക് നോക്കണം. അത് നമ്മുടെ പ്രസ്റ്റീജിയസ് ഇഷ്യൂ ആണെന്ന് പറയാം.
അപ്പോഴത്തേക്കും ഉടനെ തന്നെ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, അതൊക്കെ നേരാ, എനിക്കും അറിയാം കാര്യത്തിൽ. ഇനിയിപ്പം ഒരുപാട് കള്ള തരത്തിലൂടെയും അല്ലെങ്കിൽ ചതിയിലൂടെയും ഒന്നും നേടാൻ ഞാൻ ശ്രമിക്കുന്നില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ കുറച്ചധികം പ്രൊമോഷൻസൊക്കെ നമുക്ക് ചെയ്യാം, പണിക്കൂലിയൊക്കെ കുറച്ച് കൊടുക്കാം, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് സെയിൽ കൂടും. പിന്നെ എത്രയൊക്കെ പറഞ്ഞാലും നയനാസ് കളക്ഷൻസ് പോലെയുള്ള കളക്ഷൻ നമ്മുടെ കയ്യിലില്ലല്ലോ, അതിനാണല്ലോ അവിടെ ഡിമാൻഡ് എന്ന് നാഗേന്ദ്രൻ പറയാം. പബിയും പറയുന്നുണ്ട്, അതൊരു കണക്കിന് ശരി തന്നെയാണ്, പക്ഷേ നമ്മളെ മാളവിക എന്ന് ചതിക്കുകയായിരുന്നു, ഇനി നല്ലൊരു ഡിസൈനറെ നമുക്ക് കണ്ടെത്തണം. അപ്പം ഉടനെ തന്നെ അവന്തിക പറയുന്നുണ്ട്, ആ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, അതിനെക്കുറിച്ചൊന്നും അച്ഛൻ പേടിക്കേണ്ട, നല്ലൊരു ഡിസൈനറെ ഞാൻ കണ്ടെത്തിക്കോളാം, എനിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസൈനിങ്ങിൽ അറിയാം, അത് ഞാൻ പ്രയോജനപ്പെടുത്തിക്കോളാം. എന്തായാലും മൂർത്തി ജ്വല്ലറിയെ നമുക്ക് പൊട്ടിക്കണം, അവരെക്കാൾ ഇരട്ടി നേട്ടം നമുക്ക് ഈ ഓണത്തിനുണ്ടാവണമെന്ന് പറയാം. അപ്പോൾ നാഗേന്ദ്രൻ പറയാണ്, അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം, കാരണം അവരുടെ മുന്നിലെല്ലാം ഞാൻ നാണം കെട്ട് നാറി നിന്നില്ലേ, ഇനിയിപ്പോൾ അതൊന്നും സംഭവിക്കാൻ പാടില്ല. ഏതായാലും അവരെ തോൽപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ നീ നീക്കിക്കോ അബി എന്ന് പറയാം. അങ്ങനെ അബി എന്നിട്ട് നാഗേന്ദ്രനോട് പറയാണ് അനഘയുടെ കാര്യം. അച്ഛാ, അനഘയുടെ കാര്യം മറന്നു പോകരുത്, അവൾ പതുക്കെ പതുക്കെ എണീറ്റ് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ഇനി സംസാരിക്കാനും എടുക്കാനും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവൾ എനിക്കൊരു ഭീഷണിയാവുമെന്ന് അച്ഛൻ അറിയാമല്ലോ എന്ന് പറയാം. അപ്പം നാഗേന്ദ്രൻ പറയുന്നുണ്ട്, അത് ശരിയാണ്, എനിക്കറിയാം, ഞാൻ അതുകൊണ്ടാണല്ലോ അവളെ ഇല്ലാതാക്കാൻ വേണ്ടി അന്ന് ശ്രമിച്ചത്, അത് കയ്യോടെ ആ ആദർശ് പിടിച്ചത് കൊണ്ട് അത് നടന്നില്ല, ഇനി നീ ഒന്ന് ക്ഷമിക്ക്. എന്തായാലും അവളുടെ വായിൽ നിന്ന് നിന്നെക്കുറിച്ചൊന്നും നവ്യ അറിയാൻ പോകുന്നില്ല, നവ്യ നമ്മളോടൊപ്പം തന്നെയല്ലേടാ നിൽക്കുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ അബി പറയാ, തീർച്ചയായിട്ടും നമ്മളോടൊപ്പം കൂടുതൽ പരസ്യ ചിത്രങ്ങൾ വരുന്നുണ്ടെന്നും അവൾ തന്നെയാണ് മോഡലെന്നൊക്കെ ഞാൻ പറഞ്ഞു, നല്ല രീതിയിൽ ശമ്പളം അച്ഛൻ തരുമെന്നും പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയെങ്കിലും അവളെ നമ്മുടെ കൂടെ തന്നെ നിർത്തണം. അനന്തപുരിയിൽ നമുക്കൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് നവ്യ മാത്രമാണ്, അല്ലാതെ നിൻ്റെ അമ്മ ജലജ പോലും ഒരു സപ്പോർട്ടും ഇല്ലയെന്ന് പറയാം. അപ്പോൾ അബി പറയുന്നുണ്ട്, നവ്യോട് ഞാൻ അച്ഛൻ ഒരു സിനിമ എടുക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതിൽ നായികയായിട്ട് അവളായിരിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെയൊക്കെ നെഗളിപ്പിലാണ് അവളിപ്പോൾ നടക്കുന്നതെന്ന് പറയാണ്. അപ്പോൾ അവന്തികയും പറയുന്നുണ്ട്, ഞാനും ദേ അച്ഛൻ്റെ കൂടെയാണെന്നുള്ള കാര്യം അവിടെ ആർക്കും ഒരു സംശയം പോലും ഇല്ല. കാര്യം അബിയെക്കുറിച്ച് മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ ചെറിയ സംശയമുണ്ട്, അല്ല അമ്മ പോലും ചോദിച്ചു, നീ അച്ഛൻ്റെ പക്ഷത്താണോടാന്ന്. അപ്പോൾ അബി പറയാം, അതെ, ഞാനിപ്പം ജ്വല്ലറിയിലെ മാനേജറില്ലേ, അങ്ങനെ വെറുതെ എന്നെ മാനേജറാക്കി വയ്ക്കില്ല എന്നറിയാം. അപ്പോൾ അച്ഛനുമായിട്ട് നല്ല രീതിയിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് അവർക്കെല്ലാം സംശയമുണ്ട്, ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടും ഉണ്ടെന്ന് പറയണം. അപ്പോൾ നാഗേന്ദ്രൻ പറയാം, തൽക്കാലം അങ്ങനെ നിന്നോട്ടെ, നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്നോട് ബന്ധമുണ്ടെന്നുള്ള കാര്യമൊന്നും ആരും അറിയണ്ട, അങ്ങനെയായ നിങ്ങളുടെ അനന്തപുരിയിലെ നിലനിൽപ്പിനെ അത് ബാധിക്കും. അങ്ങനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നുള്ള കാര്യങ്ങളും രഹസ്യങ്ങളും ഒന്നും നമുക്കറിയാൻ പറ്റില്ല. എത്രയൊക്കെ ആയാലും എൻ്റെ മനസ്സിൽ ഇപ്പോഴും അവരോട് ശത്രുത തന്നെയുണ്ട്, നിൻ്റെ അമ്മ ജലജയോടും ഏറ്റവും അധികം ശത്രുതയുണ്ട്. ദേ, അവളോട് എന്നെക്കുറിച്ച് ഒരു കാര്യങ്ങളും നിങ്ങൾ സംസാരിക്കാൻ പോലും പോയേക്കരുത്. അപ്പോൾ അവന്തിക്ക് പറയും, ഇല്ല, ഞാൻ അച്ഛൻ്റെ ശത്രുവാണെന്ന് അമ്മയുടെ വിചാരം, പിന്നെ ഏട്ടനെയാ സംശയമുള്ളത്, ഞാൻ എപ്പോഴും അച്ഛൻ്റെ കുറ്റം തന്നെ അമ്മയോട് പറഞ്ഞു കൊടുക്കാറുള്ളത്. എന്താ അച്ഛാ ഇത്രയ്ക്ക് ശത്രുത? അമ്മയ്ക്ക് സാധാരണ പണമൊക്കെ കാണുമ്പോൾ കണ്ണ് മഞ്ഞളിക്കേണ്ടതാണല്ലോ, ഇപ്പോൾ അമ്മയുടെ കണ്ണ് മഞ്ഞളിക്കുന്നില്ല. അച്ഛന് ഇത്രയധികം പണം ഉണ്ടെന്ന് പറഞ്ഞിട്ടും ഒരു തരിമ്പ് സ്നേഹം പോലും അച്ഛനോടില്ല. അച്ഛൻ്റെ അടുത്ത് ഞങ്ങളാരും പോയേക്കരുതെന്നും, ഇനി അഥവാ നിങ്ങൾ അച്ഛൻ്റെ അടുത്ത് പോവുകയും കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഞാനുമായിട്ടൊരു ബന്ധത്തിൻ്റെ ആവശ്യമില്ലെന്നും, ഈ അനന്തപുരിയെ നിങ്ങൾ കാണരുതെന്നൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, അതൊക്കെ വലിയൊരു കഥയാണ് മക്കളെ, അതൊക്കെ നിങ്ങൾ അറിയേണ്ട സമയമാകുമ്പോൾ അറിയും, നമുക്ക് ഈ ഓണക്കാലത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാമെന്ന് പറയാം. അപ്പോൾ അബി പറയുന്നുണ്ട്, അവിടെ മൂർത്തി ജ്വല്ലറിയിൽ ഈ ഓണത്തിനൊരു വലിയ ഫംഗ്ഷൻ നടക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് അച്ഛൻ അറിഞ്ഞോന്ന് ചോദിക്കുക. അപ്പം നാഗേന്ദ്രൻ എന്താണെന്ന് ചോദിക്കുക. അപ്പോൾ അബി പറയുന്നുണ്ട്, അതെ, അവിടെ ആ വേൾഡ് കപ്പിൻ്റെ പ്രവചന മത്സരം വച്ചിരുന്നല്ലോ, അതിൻ്റെ സമ്മാനാർഹരായവർക്ക് സമ്മാനം കൊടുക്കുന്ന ചടങ്ങ് കൂടി ഓണത്തോടനുബന്ധിച്ചാണ് നടത്തിയിരിക്കുന്നത്, ഒരു ഭയങ്കര പ്രൊമോഷണൽ ഫംഗ്ഷനാണ്, ചീഫ് ഗസ്റ്റുകളൊക്കെ വരുന്നതാണ്, അതിന് അച്ഛൻ പങ്കെടുക്കാൻ എത്തുമെന്ന് ചോദിക്കുമ്പം ഞാൻ പങ്കെടുക്കാനൊന്നും എത്തില്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല, എന്തെങ്കിലുമൊക്കെ നടക്കട്ടെ എന്ന് പറയുന്നുമുണ്ട് കേട്ടോ. അങ്ങനെ അവർ 3 പേരും ഇത് പ്ലാൻ ചെയ്യാണ്. അതേസമയം വീട്ടിലാണെങ്കിൽ അനിയുടെയും നന്ദുവിൻ്റെയും വിവാഹം നടക്കാതിരിക്കാനും അനിയുടെയും അവന്തികയുടെയും വിവാഹം നടക്കാനും വേണ്ടിയിട്ട് ഭയങ്കര പ്ലാനിങ്ങിലാണ് ജാനകിയും ജലജയും കൂടി കേട്ടോ. അപ്പം ജലജ വന്നിട്ട് ജാനകിയോട് പറയുന്നുണ്ട്, ജാനകി നീ കേട്ടോ, അനിയുടെയും നന്ദുവിൻ്റെയും വിവാഹം എങ്ങാനും നടക്കുമോ എന്ന് ചോദിക്കുക. അപ്പം ജാനകി പറയുന്നുണ്ട്, അതൊന്നും നടക്കുകയില്ല, നന്ദുവിൻ്റെയും നവീൻ്റെ വിവാഹം ഉറപ്പിച്ച് വെച്ചിരിക്കുകയല്ലേ, അതുകൊണ്ട് ഇനിയിപ്പം ആ കാര്യത്തിൽ നമ്മൾ പേടിക്കേണ്ടെന്ന് പറയുമ്പം ജലജ പറയാ, എനിക്ക് പേടിയൊന്നുമില്ല, പക്ഷേ എൻ്റെ അവന്തിക മോളുണ്ടല്ലോ, അവൾ ഒരുപാട് ആഗ്രഹിച്ചതാണ്
ഇവിടെയുള്ളവരൊക്കെ തന്നെയാണ് അവൾക്ക് ഈ ആഗ്രഹമൊക്കെ കൊടുത്തത്. എന്നിട്ട് അവസാനം അവൾക്കിതൊന്നും ഇല്ലയെന്ന് പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ കുട്ടിക്ക് വിഷമാകും. ആ നവീനുമായിട്ടുള്ള വിവാഹവും അച്ഛനും അമ്മയും കൂടി തീരുമാനിച്ച് അന്ന് അവൻ വന്ന് കാണുകയും ആഗ്രഹം കൊടുക്കുകയും ചെയ്തതാ. അതിനുശേഷം അവൻ്റെ മനസ്സിൽ ഈ നന്ദു ആണെന്നുള്ള കാര്യം നമ്മളാരും അറിഞ്ഞില്ലല്ലോ. എന്തായാലും ഈ നന്ദു എന്ന് പറയുന്നവൾ നമുക്കൊരു തലവേദന തന്നെയാണ്. അപ്പം ജാനകി പറയാം, ശരിയാ, അവളൊരു തലവേദന തന്നെയാണ്. എന്തൊക്കെയായാലും ജലജ ആ കാര്യത്തിൽ പേടിക്കേണ്ട. എന്തായാലും നന്ദുവിനെ വിവാഹം കഴിച്ചുകൊണ്ട് അനി ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല. അതിന് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കാനും പോകുന്നില്ല. ഇനിയിപ്പോൾ എന്തായാലും നവീൻ അവളെ വിവാഹം കഴിക്കാൻ മനസ്സിൽ കൊണ്ട് നടക്കുകയാണല്ലോ. ആ കനകയുടെയും ഗോവിന്ദൻ്റെയും മനസ്സിൽ നവീൻ കയറി കാണും. നവീനെ പോലെ നല്ലൊരു പയ്യനെ കിട്ടുക എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ കാര്യമല്ലേ. അതുകൊണ്ട് അവൾ എത്രയും പെട്ടെന്ന് ആ വിവാഹം അങ്ങ് നടത്തിവിടും. അതിനുശേഷം നമുക്ക് അനിയുടെയും അവന്തികയുടെയും കാര്യത്തെക്കുറിച്ച് ആലോചിക്കാം. അപ്പം ജലജ പറയാ, ദേ അനിക്ക് അവന്തിക്ക് മോളെ വിവാഹം കഴിക്കാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് ശരിയാകില്ലല്ലോ, അവനെ കൊണ്ട് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണം എന്ന് പറയുമ്പോൾ ജാനകി പറയാം, അത് ഞാൻ സമ്മതിപ്പിച്ചിരിക്കും. എൻ്റെ മരുമോളായിട്ട് ഞാൻ കണ്ടിരിക്കുന്നത് ഇപ്പം അവന്തിക മോളെയാണ്. അതുകൊണ്ട് അവന്തിക മോളുടെയും അനിയുടെയും വിവാഹം ആ നവീൻ്റെയും നന്ദുവിൻ്റെയും കല്യാണ ശേഷം നടത്തണം. അവൾ കല്യാണം കഴിച്ച് പോയാൽ അവൻ്റെ മനസ്സിൽ നിന്ന് ആ ചിന്തകളൊക്കെ മാറും. അവൻ അവന്തിക മോളെ വിവാഹം കഴിക്കുകയും ചെയ്യും. അല്ലാതെ ഞാനിവിടെ സമ്മതിക്കുകയില്ല എന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ അവരതൊക്കെ തീരുമാനിക്കുക. അപ്പം ഇത് കേട്ടിട്ട് നമ്മുടെ നവി നിൽപ്പുണ്ട്. നവി അപ്പം മനസ്സിലാലോചിക്കുക, ഇപ്പം നടത്താം. നന്ദുവിനും എനിക്ക് ഇഷ്ടമാണെങ്കിൽ അവർ തന്നെ വിവാഹം കഴിക്കുകയുള്ളൂ. അതിന് പ്രതിബിംബമായിട്ട് ഒരിക്കലും നവീൻ പോലും അവിടെ നിൽക്കാൻ പാടില്ല. നവീനെ കണ്ട് സംസാരിക്കണം. എന്തായാലും അവന്തികയും അനിയും തമ്മിലുള്ള വിവാഹം നടക്കരുത്. അത് അനിക്ക് ഒട്ടും താല്പര്യമില്ല. അങ്ങനെയുള്ളപ്പം നന്ദുവുമായിട്ടുള്ള അനിയുടെ വിവാഹമാണ് നടക്കേണ്ടത്. ഇനിയിപ്പോൾ ഇവരവിടെ അങ്ങ് കിടന്ന് തല കുത്തി മറിഞ്ഞാലും ശരി, എന്തായാലും നവീനും നന്ദുവും തമ്മിലുള്ള വിവാഹം നടക്കാതിരിക്കണം എന്ന് പറയാണ്. എന്നിട്ട് നവ്യ തീരുമാനിക്കുകയാണ് നവീനെ പോയിന്ന് കാണാം, കണ്ടിട്ട് ഈ കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കാം എന്ന്. അപ്പം നവീന് അറിയാമല്ലോ നന്ദുവുമായിട്ട് ബന്ധമുണ്ടെന്നുള്ള കാര്യമൊക്കെ. ഒന്നുകൂടി പോയി കാണാമെന്ന് വിചാരിച്ച് നവ്യ പോവാണ് കേട്ടോ. നവ്യ പോയി നവീനെ കാണുന്നുണ്ട്. എന്നിട്ട് നവീൻ അപ്പോൾ ചോദിക്കുക, എന്താ നവ്യെ, എന്തിനു വന്നത് ഇപ്പം നീ? അല്ല ഞാൻ പറയട്ടെ എന്ന് പറയുമ്പോൾ എനിക്കറിയാം എന്താ പറയാൻ പോകുന്നതെന്ന്. അതിൻ്റെ മറുപടി ഞാൻ പറഞ്ഞതല്ലേ ഒരു പ്രാവശ്യം, ഇനിയിപ്പോൾ എന്ത് പറയാനാ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? അപ്പോൾ നവ്യ പറയാം, നവീൻ ഒരു കാര്യം മനസ്സിലാക്കണം. നന്ദുവും അനിയും വർഷങ്ങളായത് പ്രണയത്തിലാണ്. ഇപ്പോഴും അവൾ സ്ട്രോങ് ആയിട്ട് സ്നേഹിക്കുന്നുണ്ട്. ഇത്രയധികം പ്രശ്നങ്ങളുണ്ടായിട്ടും അവരിത്രയധികം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരെ പിരിക്കാൻ നമ്മൾ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം നവീൻ പറയുക, അല്ല ഞാനതിനിപ്പോൾ എന്ത് ചെയ്യണം? ഞാൻ നന്ദുവിനെ വിവാഹം ആലോചിച്ച് പോയി. എനിക്ക് നന്ദുവിനെ ഇഷ്ടമാണെന്നുള്ള കാര്യം ഞാൻ അനിയോട് തുറന്ന് പറഞ്ഞതാ. എന്നാൽ ആ സമയത്ത് അവൻ എന്നോട് പറയണ്ടേ അങ്ങനെ എനിക്കാണ് നന്ദുവിനെ ഇഷ്ടം, ഞാനും നന്ദുവും തമ്മിൽ ഇഷ്ടമാണെന്ന്? എന്നിട്ട് അവൻ മിണ്ടാതെ കുറേ കാലങ്ങളിരുന്നു. ഞാനത് മനസ്സിലിട്ട് ആഗ്രഹിച്ചുകൊണ്ടേ നടന്നു. എന്നാൽ നന്ദുവും എതിർത്തൊന്നും എന്നോട് പറഞ്ഞില്ല. ഞങ്ങൾ മൂന്നും ഫ്രണ്ട്സായിരുന്നു. നന്ദു പോലും അനിയുമായിട്ടുള്ള സ്നേഹത്തെക്കുറിച്ച് എനിക്കൊരു സൂചന തന്നില്ല. ആ സമയത്തൊക്കെ അനാമികയുമായിട്ടുള്ള ബന്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക്. അതിന് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അവന്തികയുമായിട്ടുള്ള വിവാഹമൊക്കെ ഉറപ്പിച്ചു. അന്ന് അവന്തികയും ഞാനും തമ്മിലുള്ള വിവാഹം ആലോചിച്ചു വന്നപ്പോഴേ ഞാൻ തുറന്ന് പറഞ്ഞതാ എൻ്റെ മനസ്സിൽ മറ്റൊരു പെൺകുട്ടിയുണ്ടെന്ന്. അങ്ങനെ അത് ഒഴിവാക്കി വിട്ടു. എന്നാൽ അനി അത് ചെയ്തില്ലല്ലോ. അനിക്ക് എന്നോടെങ്കിലും തുറന്ന് പറയാമായിരുന്നു, എന്നെങ്കിൽ കാര്യങ്ങളൊന്നും ഇത്ര എത്തില്ലായിരുന്നു നവ്യ എന്ന് പറയാം. അപ്പം നവ്യ പറയുന്നുണ്ട്, നവീൻ ഇത്രയധികം ബുദ്ധിയുള്ള ആളല്ലേ, ഇത്രയധികം പഠിപ്പും വിവരവും ഒക്കെ ഉള്ള നവീൻ ഇങ്ങനെയൊക്കെ തുടങ്ങിയാൽ എങ്ങനെയാ? നവീൻ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറിക്കൂടെ എന്ന് ചോദിക്കുക. അപ്പം നവീൻ പറയുന്നുണ്ട്, ഞാൻ പിന്മാറിയെന്നെ, പക്ഷേ ദേ ഇപ്പം കാര്യങ്ങൾ കൈവിട്ടു പോയി. എൻ്റെ അമ്മയും മുത്തശ്ശനും കൂടെ പോയി പെണ്ണ് ചോദിക്കുക വരെ ചെയ്തു. അമ്മയ്ക്ക് വളരെയധികം എതിർപ്പായിരുന്നു നന്ദുവുമായിട്ടുള്ള വിവാഹത്തിന്. പെണ്ണ അമ്മ അങ്ങ് അയഞ്ഞു. കാരണം അച്ഛനും വരികയാണ് ഓണത്തിന്. അച്ഛൻ വരുന്ന സമയത്ത് വിവാഹം നടത്താമെന്ന് എല്ലാവരും കൂടി അങ്ങ് തീരുമാനിക്കുകയും ചെയ്തു. അച്ഛൻ അതിനു വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് വരുന്നത്. അങ്ങനെയുള്ളപ്പം ഇനി ഇത് മാറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾ കുടുംബക്കാരോടും നാട്ടുകാരോടും എല്ലാം മറുപടി പറയേണ്ടി വരും. പിന്നെ നന്ദുവിൻ്റെ അമ്മയ്ക്കും അച്ഛനും ഒന്നും ഇഷ്ടക്കുറവില്ല. അവരും അതിൽ വലിയ താല്പര്യത്തില്ല. എല്ലാ കാര്യങ്ങളും രണ്ട് വീട്ടുകാരും തീരുമാനിച്ചു. ഇനിയിപ്പോൾ ഞാനെന്തിനു പിന്മാറണം? നന്ദു അതിനെക്കുറിച്ച് സ്ട്രോങ് ആയിട്ട് പറയുന്നില്ല. പിന്നെ അനിയുടെയും നന്ദുവിൻ്റെയും വിവാഹം നടത്താൻ നിങ്ങളുടെ വീട്ടുകാരൊന്നും സമ്മതിക്കില്ലല്ലോ. ഇനിയും അവർ വെറുതെ ഇങ്ങനെ കാത്തിരുന്ന് സമയം കളയല്ലാതെ എന്ത് നടക്കാനാ? അതിപ്പതം ഞാൻ നന്ദുവിനെ വിവാഹം കഴിക്കാം, അനി അവന്തികയെ വിവാഹം കഴിക്കട്ടെ. അല്ല അതൊന്നും നടക്കാൻ പോകുന്നില്ല. അനന്തപുരിക്കാർ നന്ദുവിനെ മരുമകളായിട്ട് ആ വീട്ടിലേക്ക് കയറ്റില്ലല്ലോ. അപ്പം നവ്യ പറയാ, അതൊക്കെ അവിടെ ചിലരൊക്കെ തീരുമാനിച്ചു വെച്ചിരിക്കുന്ന, പക്ഷെ അതൊന്നും നടക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. എന്തായാലും നന്ദു
അനിയും തമ്മിലുള്ള വിവാഹം തന്നെയാണ് നവീനെ നടക്കേണ്ടത്, നമ്മൾ അതിന് ശ്രമിക്കണം എന്ന് പറയുമ്പോൾ പറയാം, ഇനി നവ്യ കാര്യം പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വരണ്ട, എൻ്റെ തീരുമാനത്തിന് ഒരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് നവീൻ അങ്ങ് പോവുക. അപ്പം നവ്യ ഇങ്ങനെ വിചാരിക്കുക, ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്, ഇവൻ ഇതിൽ നിന്ന് പിന്മാറുന്നുമില്ലല്ലോ, ഇത്രയൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ ഈ നവീന് മനസ്സിലാക്കേണ്ടതാണല്ലോ, ഇവനെന്ത് ഇത് മനസ്സിലാകാത്തത് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുക. എന്നിട്ട് നവ്യ ആലോചിക്കുന്നുണ്ട്, വേറെന്തെങ്കിലും മാർഗം കൂടി കാണണം എന്ന് ആലോചിക്കുകയാണ്. അങ്ങനെ അവന്തിക അപ്പോഴേക്ക് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് കേട്ടോ. അവന്തികയാണെങ്കിൽ മുത്തശ്ശിയുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട്, മുത്തശ്ശ, എനിക്കൊരു കാര്യം പറയാനുണ്ട്, അനിയുടെയും നന്ദുവിൻ്റെയും വിവാഹം നടത്താനാണോ നിങ്ങളുടെയൊക്കെ തീരുമാനം എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് മുത്തശ്ശൻ, മോളെ ഞങ്ങൾ അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ലല്ലോ എന്ന് പറയാണ്. അപ്പോഴേക്കും ഉടനെ അവന്തിക പറയുക, അല്ല ആ നവീനുമായിട്ട് ഉള്ള ബന്ധം പിരിക്കാൻ വേണ്ടിയിട്ട് അനി ചെന്ന് പറഞ്ഞിട്ടുണ്ട്, നവീനെ കണ്ട് അനി സംസാരിച്ചിട്ടുണ്ട്, അതിൽ നിന്ന് പിന്മാറണമെന്ന് പറഞ്ഞ്, എന്നിട്ട് വേണം അവന് നന്ദൂരി വിവാഹം കഴിക്കാൻ. അപ്പം മുത്തശ്ശൻ ചോദിക്കുക, ഇതൊക്കെ നിന്നോട് ആര് പറഞ്ഞു? എന്നോട് നവീൻ പറഞ്ഞു. ഞാൻ കണ്ടപ്പോൾ ഇങ്ങനെ സംസാരിച്ചപ്പോൾ നിൻ്റെയും അനിയുടെയും വിവാഹത്തെക്കുറിച്ച് നവീൻ എന്നോട് ചോദിക്കുകയായിരുന്നു. എന്നിട്ട് നവീൻ തന്നെയാണ് പറഞ്ഞത് അനി ചെന്ന് കണ്ട് സംസാരിച്ചിരുന്നു എന്നും ആ വിവാഹത്തിൽ നിന്ന് നവീനോട് പിന്മാറണമെന്ന് പറഞ്ഞെന്നും ഒക്കെ. ഇതൊക്കെ ശരിയാണോ മുത്തശ്ശ? എന്തുദ്ദേശത്തോടു കൂടിയാണ് ഇതൊക്കെ? അന്നവന് ആലോചിക്കാൻ കുറച്ച് സമയം കൂടി വേണമെന്ന് പറഞ്ഞ് നിശ്ചയം മാറ്റിവെച്ചു. ഇപ്പോഴത്തെ നന്ദുവിൻ്റെയും നവീൻ്റെയും വിവാഹം ഉറപ്പിച്ചു, ഉടനെ തന്നെ വിവാഹമുണ്ട്. ആ സമയത്ത് അനിയുടെയും എൻ്റെയും വിവാഹം നടത്തേണ്ടതല്ലേ, അതിൽ നിന്ന് ഇനിയും പിന്മാറുവാണോ? അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യും, ഞാൻ എല്ലാവരെയും വിഷമിപ്പിക്കുക തന്നെ ചെയ്യും, എന്ത് തീരുമാനമാണ് ഞാൻ എടുക്കാൻ പോകുന്നതെന്ന് നിങ്ങളെല്ലാവരും നോക്കിക്കോണം എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുകയാണ് കേട്ടോ. അപ്പം മുത്തച്ഛനും മുത്തശ്ശിയെ ആശ്വസിപ്പിക്കുന്നൊക്കെയുണ്ട്. അതിനുശേഷം പോവാ. അപ്പം നവ്യ മനസ്സിലിങ്ങനെ ആലോചിക്കുക, ഇത് കേട്ടിട്ടെന്ന് അമ്പടി പേരും കള്ളി, നിൻ്റെ കള്ളത്തരങ്ങൾ ദേ ഈ അനന്തപുരിയിൽ ആർക്കും അറിയില്ല, അതങ്ങ് വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ, നീ ഇപ്പോഴും അച്ഛനുമായിട്ട് ഇഷ്ടത്തിലല്ല എന്നാണ് ഇവരെല്ലാം വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ നാഗേന്ദ്രൻ്റെ കൂടെ കൂടി കൂടുതൽ കാര്യങ്ങളും കണക്കൂട്ടി കൊടുക്കുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും നീയാണെന്നും നീ ഒരു പെരുങ്കള്ളിയാണെന്നുള്ള വിവരം ദേ ഇവിടെ വിളിച്ചു പറഞ്ഞാൽ ഇവിടെ അതോടെ തീരുമോളെ. നീ ഈ കളി കളിച്ചാൽ അനിയെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് ബഹളം വെച്ചാൽ അതിനൊരു തീരുമാനം ഈ നവ്യ ആക്കിയിരിക്കും എന്ന് പറയണം മനസ്സിൽ. അത് കഴിയുമ്പോഴേക്കും ജലജയും നവ്യയുടെ നേരെ ചൂടാവുന്നുണ്ട്. അപ്പോൾ ജലജയോട് പറയുന്നുണ്ട് നവ്യ, അത് എന്തിനാ നിങ്ങൾ ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നത്? എനിക്ക് നന്ദുവിന് ഇഷ്ടമാണെങ്കിൽ അവർ വിവാഹം കഴിക്കട്ടെ എന്ന് പറയുമ്പോൾ ജലജ പറയുക, നിൻ്റെ അനിയത്തി മൊട്ടേച്ചിയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ലേ ഇനിയും ഈ പരിപാടി നടത്തുന്നത്, നീയും നിൻ്റെ അനിയത്തിയൊക്കെ ഇതേ ചെയ്യുള്ളൂ അറിയാമെന്ന് പറയാം. അപ്പം നവ്യയ്ക്ക് ദേഷ്യം വന്നിട്ട് നവ്യ പറയാം, എന്നാൽ ഞങ്ങളെ അങ്ങനെ തന്നെ ചെയ്യുള്ളൂ, അങ്ങനെ തന്നെ അങ്ങ് വിചാരിച്ചാൽ മതി നിങ്ങളെന്ന് പറയാം. എന്നിട്ട് നയനയെ പോയി കാണുക നവ്യ. നയനയോട് പറയുന്നുണ്ട്, നയനെ, എനിക്ക് നിന്നോട് ഒരു കാര്യം കൂടി പറയാനുണ്ട്, ഞാൻ പറയാതിരുന്നതാ എന്ന് പറയുമ്പോൾ നയന ചോദിക്കുക, എന്താ ചേച്ചി എന്ന് ചോദിക്കുക. അവന്തികയില്ലേ, അവളൊരു പെരുങ്കള്ളിയാണ്. അവൾ അയർലൻഡിൽ നിന്ന് വന്നപ്പോൾ തന്നെ അവളുടെ അച്ഛനുമായിട്ട് ഒത്തുചേർന്ന് അനന്തപുരി തറവാടിനെയും മൂർത്തീസ് ജ്വല്ലറിയെയും തകർക്കാനുള്ള പ്ലാനുകൾ ഒപ്പിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അബിക്ക് അവൻ്റെ അച്ഛനുമായിട്ടുള്ള ബന്ധം ഉണ്ടാകുന്നതിന് മുമ്പേ അവന്തികയ്ക്കുണ്ട്. അവന്തിക ഒരു ചാരപ്പണി തന്നെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വീട്ടിൽ ആർക്കും അറിയില്ല. മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയൊക്കെ പെറ്റായിട്ട് അവൾ നിൽക്കുമ്പോഴും അവൾ അവളുടെ അച്ഛനോട് ചേർന്ന് എല്ലാവരെയും ചതിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നയന അന്തം വിട്ടു പോവാണ് ഇത് കേട്ടിട്ട്. അപ്പം നയന ചോദിക്കുക, ചേച്ചിക്ക് എങ്ങനെ അറിയാം? തെളിവുകൾ സഹിതം ഞാൻ നിന്നെ കാണിച്ചു തരാം, ഈ ഫോണിലെ വീഡിയോസൊക്കെ നീ കണ്ടു നോക്ക്, അവളുടെ അച്ഛനെ കാണാൻ പോകുന്നതും സംസാരിക്കുന്നതും ഒക്കെ എന്ന് പറഞ്ഞ് ആ വീഡിയോസ് എല്ലാം നയനെ കാണിച്ചു കൊടുക്കുമ്പോൾ നയന പറയുക, ചേച്ചി ഇത് ഭയങ്കര പ്രശ്നമാണല്ലോ, ഇവിടെ എന്നിട്ടാണോ അനിയെ വിവാഹം കഴിക്കാനായിട്ട് നടക്കുന്നത്? അപ്പം നവ്യ പറയുക, ആ വിവാഹം നടക്കരുത്, അവളെ നമുക്ക് പൂട്ടണം, അനിക്ക് ചേർന്ന പെണ്ണൊന്നുമല്ല അവന്തിക, ജലജി അപ്പച്ചിയുടെയും നാഗേന്ദ്രൻ്റെയും എല്ലാ ഗുണമുള്ള അവള് ഈ കുടുംബത്തെ ചതിക്കുകയാണ്. ആ നാടകം ഇപ്പോൾ പൊളിയണ്ട, പക്ഷേ ഈ വിവാഹത്തിൽ നിന്ന് അവളെ നമുക്ക് പിന്മാറ്റിക്കണം എന്ന് പറയാണ്. അങ്ങനെ നയനയും നവ്യയും കൂടെ തീരുമാനിച്ചിട്ട് കൈയോടെ അവന്തികയെ പിടിക്കാൻ പോവാണ്. അവന്തികയാണെങ്കിൽ നാഗേന്ദ്രൻ്റെ അടുത്ത് പോയിട്ട് കാറിൽ തിരിച്ചു വരുന്നോണ്ടേ ഇരിക്കുക. അപ്പോഴേക്കുമാണ് കാറിന് കൈ കാണിച്ചുകൊണ്ട് നയനയും നവ്യയും വഴിയിൽ നിന്ന് കഴിയുമ്പം ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് വെച്ച് അപ്പോൾ അവന്തിക ഇറങ്ങി വന്നിട്ട് ചോദിക്കുക, അല്ല എന്താ നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്കുന്നേ, ഇപ്പം എന്തിനാ നിങ്ങൾ രണ്ടുപേരും എന്നെ കൈ കാണിച്ചേ, നിങ്ങൾ എവിടെ പോയിട്ട് വന്നതാ എന്നൊക്കെ ചോദിക്കുക. അപ്പോഴേക്കും നവ്യ പറയുക, എടി നിന്നെ കാണാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഇവിടെ നിന്നതെന്ന് പറയുക. അപ്പോൾ അവന്തിക പറയുന്നുണ്ട്, അതൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് കണ്ടാൽ പോരെ, എന്തിനാ ഇവിടെ നിന്ന് കാണാൻ വേണ്ടി നിന്നത് എന്ന് ചോദിക്കുക. ഒന്നും അറിയില്ലല്ലേ നിങ്ങൾക്ക്, നീ ആരാന്ന് ഞങ്ങൾക്കറിയാടി പെരുങ്കള്ളി, നീ നിൻ്റെ അച്ഛനുമായിട്ട് ചേർന്ന് കുടുംബത്തെ ചതിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം എനിക്ക് നേരത്തെ അറിയായിരുന്നു. ഞാനത് അനന്തപുരി പറഞ്ഞാലുണ്ടല്ലോ, നിൻ്റെ സ്ഥാനം പിന്നെ അനന്തപുരിക്ക് പുറത്താണ്, അനിയെ വിവാഹം കഴിക്കാൻ നടക്കുന്നു. ഇപ്പം ഈ വിവരം ഞാൻ മുത്തച്ഛനോടും നിൻ്റെ അമ്മയോടും ഒക്കെ പറയട്ടേടി എന്ന് ചോദിക്കുക.
അപ്പം അവന്തിക ഞെട്ടിപ്പോവുക. അവന്തിക പറയുന്നുണ്ട്, വേണ്ട, ഇതൊന്നും ആരോട് പറയാൻ നിൽക്കണ്ട, വേണ്ട എന്ന് പറയാണ്. അല്ല, നീ നിൻ്റെ അച്ഛനോട് ചേർന്ന് ഇത്രയും നാളും കുടുംബത്തിലുള്ളവരെയും എല്ലാ മുത്തശ്ശനെയും മുത്തശ്ശിയും വരെ ചതിക്കായിരുന്നു എന്നുള്ള കാര്യം എല്ലാവരും അറിയണം. നീ ഒരു പെരുങ്കള്ളിയല്ലേടി എന്ന് ചോദിച്ച് രണ്ടുപേരും കൂടെ കൈവയ്ക്കുകയാണ് കേട്ടോ അവന്തികയുടെ മേത്ത്. അവന്തിക ആകെ പേടിച്ച് വിറയ്ക്കുക. നവ്യ പറയുന്നുണ്ട്, എനിക്കിനി ഒന്നും നോക്കാനില്ലടി, ഞാൻ നിന്നെ കൊല്ലും, നിൻ്റെ ആങ്ങളെ കൊല്ലുന്നതിന് മുമ്പ് നീ പിന്മാറിക്കോണം. അനിയുമായിട്ടുള്ള വിവാഹത്തിൽ നിന്ന് നീ പിന്മാറുമെന്ന് ഞങ്ങൾക്ക് വാക്ക് തരണം. നീ കണ്ടോ ഈ വീഡിയോസ്? ഈ തെളിവുകൾ നീ നിൻ്റെ അച്ഛനും കൂടെ സംസാരിക്കുന്നതിൻ്റെയും പോയതിൻ്റെയും ഒക്കെയാണ്. ഇതെല്ലാം ഞാൻ അനന്തപുരിയിൽ TV-യിൽ ഇട്ടെല്ലാവരെയും കാണിക്കടി എന്ന് പറയാം. അപ്പം അവന്തിക്ക് പറയുന്നുണ്ട്, വേണ്ട, തൽക്കാലം നിങ്ങളത് ചെയ്യരുത്, നിങ്ങൾ പറയുന്ന പോലെ ഞാൻ ചെയ്യാമെന്ന് പറയാം. എന്നാൽ അനിയുമായിട്ടുള്ള വിവാഹത്തിൽ നിന്ന് പിന്മാറണം. നീ ഇപ്പോൾ ഈ വിവാഹത്തിന് നിനക്ക് താല്പര്യമില്ലാന്ന് മുത്തശ്ശനെ മുത്തശ്ശി അറിയിക്കണം. അനിയെ വെറുതെ വിടറി ദുഷ്ടേ എന്ന് പറയാം. അവസാനം അവന്തിക സമ്മതിക്കുക, ശരിയാ, ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ചെയ്യാം, ഞാൻ വിവാഹത്തിൽ നിന്ന് പിന്മാറിക്കോളാം. പക്ഷേ ഈ വിവരം അനന്തപുരിയിൽ ആരും തൽക്കാലം അറിയരുത്. ഇല്ലടി, അറിയില്ല. നീ പക്ഷെ നിന്റെ അച്ഛനുമായിട്ട് ചേർന്ന് ചതി നടത്തുന്നതേ ഞങ്ങൾ അറിയും. ആ ചതിക്ക് നിനക്ക് ഇനി അവസരം ഉണ്ടാക്കി തരികയില്ല എന്ന് പറയാം. ശരി, ഞാൻ സമ്മതിച്ചു എന്ന് പറയാം. അങ്ങനെ അവന്തിക അനിയുമായിട്ടുള്ള വിവാഹത്തിൽ നിന്ന് പിന്മാറാന്ന് സമ്മതിക്കുകയാണ് കേട്ടോ. അടിപൊളി എപ്പിസോഡുകളൊക്കെ വരാനുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്